എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ അനേകർക്കാണ് വളരെ പ്രയോജനകരമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ എപ്പിസോഡുകൾ തീർത്ത് നിങ്ങളുടെ മുൻപിൽ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ സന്ദേശം കേട്ടതിന് ശേഷം അനേകർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നെന്താണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്? ഇന്നത്തെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുവാനും കേൾക്കാനൊക്കെ ഇടയായത് നോർത്ത് ഇന്ത്യയിൽ പ്രദേശങ്ങളിലായി ക്രിസ്ത്യൻ ആലയത്തിൽ എതിരായി അനവധി അക്രമങ്ങളും വളരെയേറെ അതിക്രമങ്ങളും ഒക്കെ ചെയ്തതായി നമ്മൾ കാണാനിടയായി. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനിക്കെതിരെ ഉണ്ടാകുന്ന ഈ അക്രമത്തിനെതിരായി നടക്കുന്ന ഇതിനെക്കുറിച്ച് പാസ്റ്റർ എന്താണ് പറയാനുള്ളത്? ഈ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം പ്രത്യേകിച്ച് ഫേസ്ബുക്കിനകത്തൂടെയൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള പല പള്ളികളും ആക്രമിക്കപ്പെടുന്നു, ബൈബിള് പിടിച്ചു പറിക്കുന്നു, നിലത്തിട്ട് ചവിട്ടുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, നിശ്ചയമായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇന്ത്യ ഗവൺമെൻറ് ഇതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കേണ്ടതുമാകുന്നു ഒന്നാമത്തെ കാര്യമാണ്. അപ്പോൾ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ഇവിടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ മറ്റൊരു വിഷയം നമ്മൾ ഈ അവസരത്തിൽ പറയാനായിട്ട് പോവുകയാണ്. ലോകത്ത് മൊത്തത്തിൽ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പം ക്രിസ്തീയ പീഡനങ്ങൾ, അല്ലെങ്കിൽ ക്രിസ്തീയ പീഡനം മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ പീഡനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു ദിവസം ഏകദേശം 13 ക്രിസ്ത്യാനികൾ വച്ച് ഈ കർത്താവിനെ പിൻപറ്റുന്നത് നിമിത്തമായിട്ട് കൊല്ലപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്ത് മൊത്തത്തിൽ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പം 10,000-ലധികം ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെടുന്നത്. അത് കൂടുതലും ഇസ്ലാമിക രാജ്യത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ആരും ഒന്നും തന്നെ പറയുന്നില്ല, ഒരു കാര്യം പോലും പറയുന്നില്ല. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഷെയർ ചെയ്യുന്നു, പറയുന്നുണ്ട്. പക്ഷെ ആ വിഷയത്തെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇസ്ലാമിക രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം 13 പേര് വച്ച്, ഒരു ദിവസം 13 പേര് വച്ച് കൊല്ലപ്പെടുന്നതായിട്ടാണ്. അത് ഈ ക്രിസ്തുവിനെ പിൻപറ്റുന്നു എന്ന കാരണത്താൽ, ഈ വിശ്വാസത്തിൻ്റെ ആ ഒരു കാരണത്താൽ ഒരു ദിവസം 13 പേര് വച്ചാണ് കൊല്ലപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. നോർത്ത് ഇന്ത്യ നടക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വലിയതായിട്ടങ്ങ് വാചാലരാകാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ലോകവ്യാപകമായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും നടക്കുന്ന ക്രിസ്തീയ പീഡനങ്ങൾ മനസ്സിലായില്ല. ഈ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം, ആ രാജ്യത്ത് 50% ക്രിസ്ത്യാനികളും 50% മുസ്ലിങ്ങളുമാണ് ഉള്ളത്. മനസ്സിലായില്ലേ? ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ്. അവിടെ നമ്മൾ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഈ ക്രിസ്തു മതത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അവരൊന്ന് പിടിച്ച് തെളിയുന്നിരിക്കും, ബൈബിൾ പിടിച്ച് കീറിക്കളഞ്ഞിരിക്കും, അല്ലെങ്കിൽ ട്രാക്റ്റൊക്കെ എടുത്ത് കത്തിച്ചെന്ന് ഇരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ അതല്ല, കഴുത്തറക്കുക. മനസ്സിലായേ? പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതായത് കൂട്ടമായിട്ട് നിർത്തിയിട്ട്, ഇങ്ങനെ വരിയായിട്ട് നിർത്തിയിട്ട് എത്രയോ പേരെ കഴുത്തറുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാൻ ഒന്നുമില്ല.
നോർത്ത് ഇന്ത്യ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് എല്ലാവരും ഭയങ്കര അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞു അത് ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിനൊരു ശാശ്വതകരമായ ഒരു പരിഹാരം വരേണ്ടതാണ്. എന്നാൽ ലോകവ്യാപകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്തോനേഷ്യയിലൊക്കെ പലരെയും തട്ടിക്കൊണ്ടു പോയിട്ടാണ് കഴുത്തറുത്തേക്കുന്നത്. അപ്പം ആ കാര്യം നമ്മൾ ശരിക്കും പറയാൻ ചർച്ച ചെയ്യപ്പെടേണ്ടതും ഒക്കെ തന്നെയാണെന്നാണ് ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത ചോദ്യം, നമ്മുടെ ക്രിസ്ത്യാനിയിൽ എതിരെയുള്ള പീഡനങ്ങൾ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ മാത്രം തന്നെയാണോ അല്ല മറ്റു പ്രദേശങ്ങളുമായി നടക്കുന്നത്? നോർത്ത് ഇന്ത്യ മാത്രമല്ല. ഇപ്പം നമ്മൾ ചരിത്രം പഠിക്കുമ്പം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എത്രയോ നമ്മുടെയൊക്കെ എത്രയോ ദൈവവാസം വരെ എത്രയോ വർഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എത്രയോ പേര് ജയിലിൽ കിടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. ഈ പറയാൻ ആ സമയം എന്താ പറയുക, പെട്ടെന്ന് ഓടിച്ചു പോവാ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ദീർഘവർഷങ്ങൾ നമ്മുടെയൊക്കെ മിഷണറിമാർ നല്ല നല്ല ദേവസ്വന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യ മാത്രമല്ല, നോർത്ത് ഇന്ത്യ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കഴുത്തറുത്ത കൊല്ലുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിച്ചോണം, നമുക്ക് എതിരായിട്ട് നിൽക്കുന്നതെല്ലാം ഈ പറഞ്ഞ തീവ്രവാദ സ്വഭാവത്തോടുകൂടി ഉള്ള ആൾക്കാരാണ്. അല്ലാതെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ എവിടെയും എന്താ പറയുക, അപ്പം മറ്റുള്ള രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പം നമ്മുടെ ഇന്ത്യയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും പറയുന്നത് ഹിന്ദു രാജ്യം, പക്ഷേ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇതൊരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. ട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ? അപ്പോൾ ആരാണ് ബെറ്റർ? അപ്പം നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു എന്നാണ് ഈ എപ്പിസോഡിലൂടെ എനിക്ക് പറയാനായിട്ട് കഴിയുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഇതിനേക്കാൾ വളരെ ക്രൂരമായിട്ടാണ് മറ്റ് പല ഇസ്ലാമിക രാജ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 13 പേര് വെച്ചാണ് ഒരു ദിവസം ക്രിസ്തു മാർഗത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ കർത്താവിനെ അംഗീകരിച്ചു എന്ന കാരണത്താൽ കൊല്ലപ്പെടുന്നത്. അത് നിശ്ചയമായിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അടുത്ത എന്താണ് ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്? നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ക്രിസ്തു മാത്രമല്ല മറ്റു സംഘടനക്കാരും ഇതിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യത്തോടെ ഇത് നമ്മൾ പോയി ആരാധിക്കുവാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇന്ന് സമൂഹത്തിൽ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ ഞാൻ പറയാം, ഈ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാം. ഞാനേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, ഇതെല്ലാം വരുത്തി വെച്ച ആരെന്ന് ഞാൻ പറയാൻ പോകും. ഹയർ സ്റ്റഡീസിന് പഠിക്കാനായിട്ട് അമേരിക്കയിലോട്ട് പോകാനായിട്ട് അന്ന് ടോഫിൽ എക്സാം എഴുതി ഞാൻ പാസ്സായത്. എനിക്ക് അത്യാവശ്യം ഹയർ സ്റ്റഡീസിൽ പോയി പഠിക്കാനുള്ള സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ പിതാവും കൂടെ അന്ന് ഞങ്ങൾ മൂന്നാറിൽ താമസിക്കുകയാണ്. ചെന്നൈ അമേരിക്കൻ കൗൺസിലേറ്റിൽ ചെന്നു. അപ്പോൾ അമേരിക്കൻ കൗൺസിലേറ്റിൽ ചെന്നപ്പം വെളുപ്പിന് 4 മണിക്ക് നമ്മൾ ക്യൂ നിൽക്കണം. തലേ ദിവസമേ പോയി റൂം എടുത്തു, പോയി ക്യൂ നിന്നു. അപ്പോൾ ആ ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യൂവിൽ നിൽക്കുന്ന ഒരുപാട് പേര്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല ചെറുപ്പക്കാർ ബൈബിൾ കോളേജിൽ ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് ക്യൂവിൽ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് അവർക്ക് കൊടുക്കുന്നു. പക്ഷേ ഇതൊന്നും തിരിച്ച് അവർ നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് ഒന്നും വെരിഫൈ പോലും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അവർ തിരിച്ചിങ്ങ് തരുക. അതേസമയം നമ്മുടെ കൂട്ടത്തിൽ ആർക്കും കൊടുത്തില്ല. അതേസമയം മാതാമൃത, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മാതാമൃത എന്ന മയ്യയുടെ മഠത്തിലുള്ള സകല ഹിന്ദു സന്യാസിമാർക്ക് അവർ വിസ അടിച്ചു കൊടുത്തു. അമേരിക്കൻ എംബസിയിൽ. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലുള്ള പലർക്കും ഹയർ സ്റ്റഡീസ് പഠിക്കാനായിട്ട് അന്ന് വിസ അടിച്ചു കൊടുത്തു. അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചാണ് ഈ രാജ്യം ഒരു എന്തോ നിലപാടാണ് എടുക്കുന്നത്. ഞാൻ അന്ന് ചിന്തിച്ചതാണ്. കാരണം ഞങ്ങൾക്ക് ആർക്കും വിസ കിട്ടിയില്ല. അന്ന് എൻ്റെ കൂടെ നിന്ന ഈ മണക്കാരിലൊക്കെ BTHും BD ഒക്കെ കഴിഞ്ഞവർ ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെ കൂടെ നിന്ന പലരും പറഞ്ഞു കേട്ടു,
നമ്മൾ ഇതുപോലെ കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ ക്രിസ്ത്യ രാജ്യത്തിൻ്റെയൊക്കെ നിലപാട് ഏത് നിലയിലോട്ട് അധപതിച്ചു പോയി. അപ്പം വർഷങ്ങൾക്ക് മുന്നമേ ഇവിടെ നിന്ന് ഹിന്ദുമതമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അവിടെ അവർ ശരിക്കും പ്രൊമോട്ട് ചെയ്തു. നമ്മളിവിടെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന പോലെ തന്നെ അമേരിക്കയിൽ RSSൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ അതാണ് ട്രംപ് പറഞ്ഞത്, നിങ്ങൾക്കിവിടെ ഞങ്ങൾ സ്വാതന്ത്ര്യം തരുമ്പോൾ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അതാണ് ട്രംപ് പറഞ്ഞത്. അപ്പം നൂറ്റാണ്ടുകൾക്കും വർഷങ്ങൾക്ക് മുന്നമേ ഇവിടുത്തെ മതമൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. ഇപ്പം അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ തന്നെ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ദീർഘവീക്ഷണമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ചോദിക്കട്ടെ, അന്ന് ഞങ്ങൾക്ക് വിസ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യത്ത് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. ഞങ്ങളുടെ ക്യൂവിൽ നിന്ന് ആർക്കും തന്നെ വിസ കൊടുത്തില്ല. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 24,000 രൂപയാണ് എംബസിയിൽ ഫീസ് അടയ്ക്കേണ്ടത്, അതായത് DD എടുത്തുകൊണ്ട് പോകുന്നത്. 24,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 1.5 ലക്ഷം രൂപയുടെ മതിപ്പുണ്ടെന്ന്. ആർക്കും വിസ കൊടുത്തില്ല, ഒറ്റണം. അതേസമയം ഹിന്ദു സന്യാസിമാർക്ക് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, മാതാമൃതാനന്ദമയി മഠത്തിലുള്ള പലർക്കും അവർ വിസ കൊടുത്തു. അന്ന് ഞാൻ ചിന്തിച്ചാണ് ഇത് ക്രിസ്ത്യ രാജ്യമാണോ. അപ്പോൾ ഇന്ന് നമ്മൾ അയ്യോ വിലപിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെയൊക്കെ ആൾക്കാർ തന്നെയാണ് പലതും പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മുടെ സൊസൈറ്റി, അതായത് എന്താ പറയുക, അർഹതപ്പെട്ട പല സ്ഥലങ്ങളിലും ഒരു പരിഗണനയും നമ്മുടെ പ്രവർത്തനത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമായ കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അല്പനേരം ഒന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ. അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആയതിനാൽ നല്ല നിലയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. അതിന് ചിലവുകൾ വളരെ ഉണ്ട്. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കി വച്ചു കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടുത്തുന്നു. ബിജു ജോൺ മാത്യു 9847164993 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.